ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിവിടെ പോകുന്നത് ചോദിച്ചാൽ ഞങ്ങൾ കുതിരപ്പന്തിയിലോട്ട് പോവുകയാണ്. അവിടെ സൂര്യകാന്തി പൂ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറേ പേര് റീൽസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ദൂരെ നിന്നുള്ള കുറേ പേരൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും സ്ഥലം അറിയത്തില്ല. അടുത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത് ഇനി എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ വഴി കൂടെ പോയപ്പോൾ ഒരു ആൻറ്റിയെ കണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു ഇപ്പം ഭയങ്കര റിസ്ട്രിക്ഷൻസ് ഒക്കെ വന്ന് അവിടെ എന്താ കയറൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ വന്നിട്ട് പൂ നശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് തമിഴ്നാടൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയാണ്. അങ്ങനെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇടവഴി കേട്ടോ, ഇടവഴി കൂടെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് കാണാൻ വേണ്ടി. ഞങ്ങൾ റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഡാൻസൊന്നും കളിക്കത്തില്ലെന്ന് ജാനോട് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഡാൻസ് കളിച്ച്, അതാണ് ഹൈലൈറ്റ്. പിന്നെ എന്താണ്, ഞങ്ങൾ പോകുന്ന ദിവസം ഞങ്ങൾ പോകുന്ന അന്ന് മുതലാണ് ടിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഒരാൾക്ക് 50 രൂപയാണ്. പക്ഷേ കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. അതിന് മുന്നേ വരെ ഫ്രീ ആയിരുന്നു ടിക്കറ്റൊക്കെ. പക്ഷേ ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു, പൂ ചവിട്ടുകയും പിച്ചിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയറൊക്കെ കെട്ടി. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണ് പോയത്. ഇവിടെ ഒരാൾ സ്റ്റെപ്പൊക്കെ പഠിച്ച് വെച്ചേക്കുവാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ എത്താറായി. സണ്ണ് വന്നിട്ടുണ്ട്. സൺഫ്ലവറിനെ കാണാൻ സണ്ണ് വന്നിട്ടുണ്ട് ഗൈസ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സൺ സെറ്റ് ആവും. പിന്നെ ഫുള്ളി ഇരുട്ടാവും. സണ്ണ് സെറ്റാവും. ഇന്നെയാണ് ഗൈസ് ഇത് ഫോണിലിട്ടീന് വെളുത്താതെ ഇങ്ങനെ കാണും. ഫോട്ടോ എടുത്തരാം. എല്ലാ ചെടികളും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. സൂര്യൻ പക്ഷെ വരുന്ന അവിടെ നിന്ന്. പക്ഷെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇങ്ങോട്ടും. അപ്പോൾ സൂര്യൻ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമോ നമുക്ക് നോക്കാം. പിന്നെ അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ടിക്കറ്റ് എടുക്കാതെ കയറ് കെട്ടിയിരിക്കുന്നതിൻ്റെ അകത്തൂടെ കയറി ഫോട്ടോ എടുത്തു. എന്തിനാണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഇത്രയും എച്ചിത്തരം കാണിക്കുന്ന നാട്ടുകാർ നമ്മുടെ ലോകത്തുണ്ട്. 50 രൂപ കൊടുക്കാൻ പോലും അവർക്കില്ല. എന്നിട്ട് അകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ആ ചേച്ചി ദേഷ്യപ്പെട്ടു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാട് പാട് പാട്. ഞാൻ അറമാദിക്കാൻ പോകും. പിന്നെ ജാനിയുടെ റീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ സൂര്യകാന്തി ചെടിയുടെ നടുക്കൂടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഗൈസ് കേട്ടോ, ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ നടന്നു. നമ്മൾ ഇത്രയും ദൂരം നിന്ന് വന്നിട്ട്, ഇത്രയും ദൂരം നിന്നില്ല, അടുത്ത് തന്നെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നു. അപ്പോൾ ഞാനും എടുത്തു. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ സൂര്യകാന്തി ചെടി ഇതൊന്നും കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട്. പക്ഷേ ഇത് കണ്ടോ, ഞാൻ എന്ത് കാണിച്ചാലും അതേപോലെ കാണിക്കുന്നൊരു വ്യക്തിയാണ് അതാണ്ട് ഈ വ്യക്തി. അതിനുശേഷം ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതാ പോവുകയാണ്.
ഞങ്ങൾ തിരികെ പോവുകയാണ് കേട്ടോ. ഇച്ചിരി താമസിച്ചു പോയി, എന്നാലും കുഴപ്പമില്ല. സൂര്യകാന്തി പോയി കണ്ട് ഞങ്ങൾ ഫോട്ടോയും റീൽസൊക്കെ എടുത്തല്ല. അപ്പോൾ എന്താ, കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ ദിവസം കഴിയുന്ന ആൾക്കാർ കൂടി വരുവാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് വഴിയൊന്നും അറിയത്തില്ല. എല്ലാവരും റീൽസൊക്കെ കണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കേ, അപ്പോൾ ടാറ്റാ.